അപ്പോൾ മഴക്കാലമായിട്ട് നമ്മുടെ കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിഡ്ന സ്പോട്ട് ആട്ടോ കോട്ടയം ജില്ലയിലെ ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെടുന്നതെന്നും അതോടൊപ്പം നല്ല കിഡ്ന ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് ഏതാണെന്നും ഞാൻ പോയതിന്റെ അറിവ് വെച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കായംകുളത്തുനിന്ന് തുടങ്ങിയ യാത്ര ആയതുകൊണ്ട് നമുക്ക് ഏകദേശം 107 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സൈഡ് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ വെളുപ്പിനെ 3 മണിക്കാണ് ഈ യാത്രയ്ക്കായിട്ട് പുറപ്പെടുന്നത്. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കാർ ട്രിപ്പ് ആയിരുന്നു കേട്ടോ. രാവിലെ 6 മണിക്കെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഒരു മല വലിഞ്ഞ് മണ്ടക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൂര്യൻ ഇങ്ങനെ മനോഹരമായിട്ട് ഉദിച്ചു വരുന്നത് കാണാനായിട്ട് വരും. ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളിത് ഇത്രയും നേരത്തെയൊക്കെ ഇറങ്ങി വന്നത്. വന്ന വഴി മൊത്തം നല്ല കിടിലം കോടയായിരുന്നു കേട്ടോ. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാലും ചുറ്റും കോട തന്നെ ആയിരിക്കും കാണാനായിട്ടും പറ്റും. ഒട്ടും സമയം കളയാതെ തന്നെ നമ്മളിത് ഈ കാണുന്ന ഒരു മല അങ്ങ് വലിഞ്ഞു കയറാനായിട്ട് പോവാ. കാണാൻ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും കയറി കഴിയുമ്പോൾ കേട്ടോ അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കുക. നേരെ മണ്ടക്കോട്ട് ഇതുപോലത്തെ വഴികൾ വേണം നമുക്ക് പോകാം. അതുകൊണ്ട് ഇവിടെ വരാൻ പോകുന്നവർ ഉറപ്പായിട്ടും കൈ കുറച്ച് വെള്ളം കരുതണം കേട്ടോ. പിന്നെ ശാരീരിക അസ്വസ്ഥതകളുള്ള ആരും തന്നെ വരാതിരിക്കാനായിട്ട് നോക്കുക. നടന്ന് പകുതിയായെങ്കിലും ഞങ്ങൾ നല്ലപോലെ അവശരായിട്ട് പിന്നെ അവിടെ കാഴ്ച കണ്ട് ഒറ്റ ഇരിപ്പായിരുന്നു. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും മണ്ടക്കോട്ട് പോയത്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ കൂടെ മണ്ടക്കോട്ട് വരുന്നവരെണ്ണം കുറഞ്ഞിട്ടാ. ഈ ഒരു വഴിയാണ് നമ്മൾ മുകളിലേക്ക് എത്തേണ്ടതെന്ന് ഓർത്ത് ആദ്യമേ വിഷമിച്ചെങ്കിലും ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഫുള്ളി ഓക്കെ ആയിട്ടാ. പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് താഴേക്ക് പോവാണ്. കയറുന്നതിനെക്കാട്ട് പാടാട്ടോ ഇതിന്ന് താഴോട്ട് ഇറങ്ങുന്നത്. ഒന്ന് കാലം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാ കൊക്കെ കിടക്കാം. ഇടയ്ക്ക് കൈയൊക്കെ മുറിഞ്ഞെങ്കിലും നമ്മളത് വലിയ കാര്യമാക്കിയില്ല കേട്ടോ. കാരണം ഇത് അതുപോലത്തെ ഒരു കിടില എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ നടന്ന് താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത്. അങ്ങനെയുള്ള കുറെ മനോഹര കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിത് ഈ മല ഇറങ്ങി രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകട്ടെ. അതിനായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മോഹനേട്ടന്റെ ചായക്കടയിലാണ്. ഇവിടുത്തെ പൊറോട്ടയും പോർക്കറിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണാം.